അങ്ങനെ നമ്മുടെ വിജയൻ്റെ വൺ ലാസ്റ്റ് ഡാൻസ് അല്ലെങ്കിൽ വൺ ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ജനനായകൻ കാണാനായിട്ട് പോയ വ്ളോഗാണ് കേട്ടോ. അത് 8 മണിയുടെ ഷോയ്ക്കായിരുന്നു പോയി. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പറപ്പിച്ചാണ് വിട്ടത്. എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിന് തിയേറ്ററിലെത്തി. തിയേറ്റർ ശരിക്കും പറഞ്ഞൊരു പൂരപ്പറമ്പിൻ്റെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഫാൻസിൻ്റെ ക്ലാപ്പ്, വിസിൽസ്, അതേപോലെ തന്നെ ഡാൻസും കൊണ്ട് ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വിജയൻ്റെ ഒരു മൂവി തിയേറ്ററിലിരുന്ന് കാണുന്നത്. മേ ബി ഇതിൻ്റെ ലാസ്റ്റ് വിജയൻ്റെ മൂവി തിയേറ്ററിലിരുന്ന് കാണുന്നതും ഇതുതന്നെയായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൂവി ആയിട്ട് മാറി കേട്ടോ. ഇത് വൺ ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീലായത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വിജയൻ്റെ പഴയ സിനിമയുടെ കുറച്ച് സീക്വൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയതൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ വിജയൻ്റെ ഏറെക്കുറെ എല്ലാ മൂവീസും കണ്ട് വളർന്നതാണ്. സോ ഇതിലുള്ള ഓരോ സീക്വൻസ് കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്നൊരു ഫീല് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. സോ എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഇമോഷണൽ അല്ലെങ്കിൽ ഒരു നൊസ്റ്റു അടിച്ചുള്ള ഒരു മൊമെൻറ്റും കൂടി ആയിരുന്നു കേട്ടോ. ഈവൻ നമ്മുടെ പാരൻസിനാണെങ്കിലും ഗ്രാൻഡ് പാരൻസിനാണെങ്കിലും വിജയുടെ മൂവീസ് ആണെങ്കിലും അത്രത്തോളം ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവരും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണല്ലോ വിജയ്. അതുകൊണ്ട് തന്നെ വിജയുടെ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇമോഷണലി ഭയങ്കര ടച്ചബിൾ അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഓരോ മൊമെൻറ്റ്സ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. വിജയ് മൂവീസിന് അത്രത്തോളം അതൊരു പ്രത്യേകതയുണ്ടല്ലോ. അങ്ങനെ വൺ ലാസ്റ്റ് ഡാൻസും ഞങ്ങൾ തിയേറ്ററിലിരുന്ന് ഞങ്ങൾക്ക് കപ്പിളായിട്ട് തന്നെ ഇത് വാച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ താങ്ക് യു വിജയ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ചാറ്റൽ മഴയും കൊണ്ട് വീട്ടിലേക്ക് പോയി.